Sevens Golden Diamonds, Ermalur, Vadadala. കായലിൽ നിന്ന് പ്ലാസ്റ്റിക് ശേഖരിച്ച് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന അരുക്കുറ്റി സ്വദേശി പുരുഷനെ ക്ലീൻ അരുക്കുറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. അരുക്കുറ്റി പഞ്ചായത്തിൽ 9-ാം വാർഡിൽ പുതുവൽ നികർത്ത് അനിതാലയം പുരുഷൻ NK വേമ്പനാട്ടുകാരിൽ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ വലയിൽ കൂടുതൽ കിട്ടുന്നത് പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളുമാണ്. അത് കായലിൽ തന്നെ വലിച്ചെറിയാതെ തന്റെ വഞ്ചിയിലിട്ട് വീടിന്റെ അടുത്തുള്ള കടവിലിടും. 2 മാസമായപ്പോൾ മല പോലെ പ്ലാസ്റ്റിക് ശേഖരം കൂടി. അവസാനം അവിടെ നിന്നും ഒഴിവാക്കാൻ ചാക്കിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം ക്ലീൻ അരുക്കുറ്റി പ്രവർത്തകർ അറിയുകയും അദ്ദേഹത്തിന്റെ മാതൃകാ പ്രവർത്തനത്തിന് ക്ലീൻ അരുക്കുറ്റി ഫൗണ്ടേഷൻ കോർഡിനേറ്റർ PM സുബർമാഷ് പൊന്നാടയിട്ട് ആദരിക്കുകയും പെരുന്നാൾ സമ്മാനം നൽകുകയും ചെയ്തു. പടിഞ്ഞാറ് കാണുന്നത് വേമ്പനാട്ടുകായലാണ്. മുമ്പ് ധാരാളം ബോട്ടുകളും കെട്ടുവള്ളങ്ങളും പോകുന്ന ഒരു കായലായിരുന്നു. അതുപോലെ തന്നെ കമ്പവല, അതുപോലെ നമ്മൾ ഈ ചവറ് കെട്ടിയിട്ടുണ്ട്. എന്താണ് അതിന് പറയാം, പപ്പ് ഒക്കെ ഇട്ട് ഞങ്ങൾ കരിമീനും കൂനച്ചെമ്മീനൊക്കെ പിടിക്കുന്ന ഒരു കാലഘട്ടം നിൽക്കുകയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ അയൽവാസിയും ഞങ്ങളുടെ സഹോദരനുമായ പുരുഷൻ ചേട്ടൻ കാണിച്ചൊരു പ്രവർത്തനമാണ് ഏറ്റവും വലുത്. നമ്മുടെ കായലിൽ കാണുന്ന ഈ പ്ലാസ്റ്റിക് മുഴുവനും അദ്ദേഹം 2-3 മാസക്കാലം കൊണ്ട് ഇത് കറക്കിക്കൂട്ടിയതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വേറൊന്നുമല്ലായിരുന്നു, പ്ലാസ്റ്റിക് വിമുക്ത അരുക്കുറ്റി ഉണ്ടാവണം. കായലിൽ നിന്നും പരമാവധി ഇത് കരയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മീനുകൾ കൂടുതൽ വളരുമെന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് അദ്ദേഹം ഇത് ചെയ്തെങ്കിലും പക്ഷേ ഇന്നതൊരു ഉപജീവന മാർഗം പോലെ തോന്നുന്നു അല്ലേ. 10 രൂപ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ആളുകൾ, മീൻ പിടിക്കാൻ പോകുന്ന എല്ലാവരും കാണുന്ന കുപ്പികളെല്ലാം ഇവിടെ പുരുഷൻ ചേട്ടൻ്റെ കടയിൽ വലിച്ചെറിഞ്ഞാൽ മതി, അദ്ദേഹം അത് കൊണ്ടുവന്ന് ഇവിടെ ശേഖരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ക്ലീൻ അരുക്കുറ്റി ഫൗണ്ടേഷൻ്റെ ചെറിയൊരു ആദരവാണ് നൽകിയിരിക്കുന്നത്. അംബേദ്കർ വായനശാല സെക്രട്ടറി രഞ്ജിത്ത് PR, അനൂപി, ശ്രീകണ്ഠേശ്വരം വിദ്യാർത്ഥി മുഹമ്മദ് റസീൻ സുബേർ, നദ്വത്തുൽ ഇസ്ലാം സ്കൂൾ വിദ്യാർത്ഥി അമൽ എന്നിവർ പങ്കെടുത്തു. ഞാൻ മാതൃകാ സ്വയം സഹായ സംഘത്തിൻ്റെ പ്രവർത്തനം കൂടിയാണ്. എൻ്റെ അച്ഛനാണിത്. അപ്പോൾ എനിക്കിത്ര ഗൗരവത്തിലായിട്ട് ഞാൻ എടുത്തില്ലായിരുന്നു. കാരണം അച്ഛൻ മത്സ്യബന്ധനത്തിന് പോയിട്ട് വരുന്ന വഴി കുപ്പികൾ പെറുക്കി ശേഖരിക്കുന്നുണ്ടെന്നെങ്കിലും ഇന്നെനിക്ക് വർക്കില്ലായിരുന്നു, പെരുന്നാളായതുകൊണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് നമുക്ക് കുറച്ച് കുപ്പികൾ ശേഖരിച്ചിട്ടുണ്ട്, അതെല്ലാം കൂടി പ്ലാസ്റ്റിക്കിലാക്കി കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ കടവിലൊക്കെ ആണെന്നപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം അതിനും മാത്രം ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ കായലിൽ ഇതേപോലെ വരുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞപ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ചാക്കിലാക്കി നിറച്ച് കൊടുക്കാൻ നേരത്ത് അപ്പോഴാണ് ക്ലീൻ അരുക്കുറ്റി നമ്മുടെ സുബൈറിക്ക വന്നത്. ഞാൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ വളരെ കാലമായി മത്സ്യബന്ധനം വിളിച്ച് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. ഈ കുറേ നാളുകൾക്ക് മുമ്പ്, ഒരു 3 മാസത്തിന് മുമ്പ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഇതാണ്, ഇപ്പോൾ കണ്ടമാനം പ്ലാസ്റ്റിക്കുകൾ നമ്മളുടെ കായലിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുക. അത് മത്സ്യബന്ധനത്തെയും അതുപോലെ തന്നെ മത്സ്യത്തെയും വളരെ ബുദ്ധിമുട്ടായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. ചില മത്സ്യങ്ങൾ ഇവിടെ അന്യം വന്നിരിക്കുക. കാരണം നേരത്തെ നല്ല രീതിയിൽ ഇവിടെ എലച്ചിലി, കരിമീൻ, അതുപോലെ കണമ്പ്, കൂനച്ചെമ്മീൻ ഇങ്ങനെയുള്ള വർഗത്തിൽപ്പെട്ട സാധനങ്ങളെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടു പോയി. അതെല്ലാം ഈ മാലിന്യത്തിൻ്റെ ഒരു ഇതുകൊണ്ട്. പുരുഷന് അഭിനന്ദനങ്ങൾ നൽകി സംസാരിച്ചു. പ്രോത്സാഹനവുമായി ഭാര്യ ആനന്ദയും കൂടെയുണ്ട്. ന്യൂസ് ബ്യൂറോ, വടുതല.